ഇത്തരമൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരഘട്ടത്തിൽ മതനിരപേക്ഷതയോട് ഏറ്റവും കടുത്ത ആക്രമണം നടത്തിയത് കോൺഗ്രസ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? രാജ്യസഭയിൽ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ സംരക്ഷണത്തിനുണ്ടായിട്ടുള്ള 4 സീറ്റിൻ്റെ വ്യത്യാസം 3ആക്കി കുറച്ചതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പറയേണ്ടതല്ലേ? കെ.സി. വേണുഗോപാൽ രാജ്യസഭയിൽ നിന്ന് ആ സീറ്റ് ഉപേക്ഷിച്ച് അതൊരു സീറ്റ് ഉപേക്ഷിക്കലല്ല, ഒരു സീറ്റ് ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിക്ക് എണ്ണം കൂടുതൽ മാത്രമല്ല, മതനിരപേക്ഷത കാക്കാൻ ഏറ്റവും കടുത്ത വിധത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ അതിലൊരു ചതി ഉണ്ടാവുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ചതിയുണ്ടല്ലോ, മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള ആദ്യ ചതി ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തി. ആ ഘട്ടത്തിൽ കോൺഗ്രസ് ആ ചതി മതന്യൂനപക്ഷങ്ങൾ മറക്കുമോ? കാരണം ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ പോലും ആക്രമിക്കും, ഞങ്ങൾക്ക് രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടായാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമീപനം. അപ്പോൾ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിൽക്കേണ്ട സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തീവ്രവാദവും സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും.